രാവിലെ കെട്ടിയും പോകാൻ വേണ്ടി റെഡി ആയ സമയത്ത് ഞാനും കൂടെ ഉണ്ട് എന്നെ കൂടെ ഒന്ന് ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യണേന്ന് പറഞ്ഞിട്ട് ചാടി കയറിയതാണ് കേട്ടോ ഞാൻ വണ്ടിയിൽ. ഞാനാണെങ്കിൽ ഒന്ന് സമാധാനമായിട്ട് ഒന്നെങ്കിൽ മീറ്റിംഗ് പറഞ്ഞൊക്കെ ഇരുന്ന് പോകാം, അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എഡിറ്റിംഗ് നടക്കും. അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വണ്ടി എടുക്കാൻ മടിച്ചിട്ട് നിൽക്കണേ. പക്ഷേ തിരിച്ച് വരുമ്പോൾ എനിക്ക് ഗംഭീര മഴയും കിട്ടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ബസ് ഞാൻ ഉദ്ദേശിച്ച പോലെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ശരിക്കും ബസ് എങ്ങോട്ടൊക്കെയാണ് എപ്പോഴൊക്കെയാണെന്നൊന്നും വലിയ ധാരണയില്ല. തിരിച്ച് വരുമ്പോൾ ഉണ്ടാവില്ല എന്നോട് മുന്നേക്കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ടുവരാം, അല്ലെങ്കിൽ നീ ബസ്സിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ കോടയും കൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇറങ്ങണേന് തൊട്ട് മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എത്തില്ല, നീ ബസ്സിൽ പൊക്കോ എന്ന് പറഞ്ഞു. മാത്രമല്ല അത്താണി എത്തിക്കഴിഞ്ഞാൽ നീ ഓട്ടോ വിളിച്ച് പൊക്കോളാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യും കട്ടപ്പ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് എൻ്റെ നാട്ടുകാരി ഒരാൾ എൻ്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടെ. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവളുടെ അടുത്ത് കത്തി വെച്ച് നിന്ന് അങ്ങനെ പിന്നെ കമ്പനിക്ക് കുറച്ച് പേര് അവിടെ ഇരുന്ന് നമുക്ക് കിട്ടി. ബസ് കയറിയപ്പോൾ നാട് മൊത്തം അതിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീടിൻ്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ബസ്സായിരുന്നു കേട്ടോ. 6:30 എത്തണം, ഞാൻ 7:30 എത്തിയിട്ട് വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വണ്ടി എടുക്കാനുള്ള മടിക്കാണ് കേട്ടോ ഞാൻ രാവിലെ കൂടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6:30 എത്തണം, ഞാൻ 7:30 എത്തിയിട്ടുണ്ട്. ഇനിയും പണികൾ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും മീനൊന്നാക്കണം. അമ്മ ഒരുവിധം സൈഡായിട്ടുണ്ടാവും. രാവിലെ നേരത്തെ എണീറ്റ് പരിപാടി തുടങ്ങിയിട്ടുള്ളതാവും. പിന്നെ ഋതുവിൻ്റെ പിന്നെ നല്ല ഓട്ടാണല്ലോ. അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും അമ്മ മറ്റേ കൊള്ളി എന്തോ ഇഷ്ടം എന്തോ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല വിശപ്പില വന്നിട്ടുണ്ടായിരുന്നു. അതൊരു കിണ്ണടുത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും എന്നെ രാവിലെ തേച്ച ആളുതി തിരിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ആ എത്തിയപ്പോഴേക്കും കറണ്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഋതുമോളത് എമർജൻസി കൊണ്ട് നടക്കുന്നുണ്ട്. ഇനി കൊളിയും ജപം കുറച്ചധികം പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഋതുമോൾക്ക് ഫുഡ് കൊടുക്കണം, തുണികൾ കുറേ മടക്കി വയ്ക്കാണ്ട്. അപ്പം ഇന്നത്തെ കുഞ്ഞുപടി ഇത്രയുള്ളൂ. ചാ.